നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളായ ഡിമിട്രിയോസ് ഡാമൻഡോക്കോസ്, ഫെഡർ സെർണിച്ച്, ഡൈസൂക്കി സക്കായ്, മാർക്കോ ലെസ്കോവിച്ച്, മിലോസ് ഡ്രിൻസിച്ച് എന്നിവരെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് പടിയിറങ്ങിയ വിവരം ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. പെപ്രയുടെ കാര്യത്തിലും മാത്രമാണ് ഇനി ഒരു ഉത്തരം കിട്ടാനുള്ളത്. പെപ്രയും മിക്കവാറും കേരള ബ്ലാസ്റ്റേഴ്സ് വിടാൻ തന്നെയാണ് സാധ്യത. അതേപോലെ തന്നെ അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നും ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഡിമിട്രിയോസ് ഡാമൻഡോക്കോസിന് പകരം ഇപ്പോൾ പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തതായിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. ഡിമിട്രിയോസിൻ്റെ പകരക്കാരനായ ക്രൊയേഷ്യൻ സ്ട്രൈക്കർ ഡ്യൂജെക്കോപ്പിനെ ടീമിലെത്തിക്കാൻ ഒരുങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ്. 34-കാരനായ താരം ചാമ്പ്യൻസ് ലീഗ് അടക്കം നിരവധി ലോകാന്തര ലീഗുകളിൽ കളിച്ച താരം കൂടിയാണ്. 12ഓളം ടീമുകൾക്കായി ബൂട്ടണിഞ്ഞിട്ടുണ്ട്. 431 മത്സരത്തിൽ നിന്ന് 131 ഗോളും 47 അസിസ്റ്റും സ്വന്തം പേരിൽ ഉണ്ട്. നാഷണൽ ടീമിനായി അണ്ടർ 16, 17, 20, 21 സീനിയർ ടീമിലും താരം ഇടം കണ്ടെത്തിയിട്ടുണ്ട്. സീനിയർ ടീമിൽ 2014 വേൾഡ് കപ്പ്, 2016 യൂറോ കപ്പ്, 2018 വേൾഡ് കപ്പ് ടീമിൻ്റെ ഭാഗമാകുകയും 14 മത്സരത്തിൽ നിന്ന് 2 ഗോൾ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിപ്പിക്കുമെന്ന് കണ്ടു തന്നെ ഇരിക്കാം.